സംവരണ മാനദണ്ഡം അട്ടിമറിച്ച് ന്യൂനപക്ഷ എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് അലോട്ട് ചെയ്ത EWS സീറ്റ് റദ്ദാക്കി പ്രവേശന പരീക്ഷാ കമ്മീഷണർ. ന്യൂനപക്ഷ എഞ്ചിനീയറിംഗ് കോളേജായ TKM-ൽ EWS കോട്ടയിലേക്ക് സീറ്റ് അലോട്ട് ചെയ്ത നടപടിയാണ് തിരുത്തിയത്. ഫ്ലോട്ടിംഗ് റിസർവേഷൻ എന്ന വാദം ഉന്നയിച്ച് EWS സീറ്റ് നിലനിർത്താൻ പ്രവേശന പരീക്ഷാ കമ്മീഷണർ ശ്രമിച്ചിരുന്നു. മീഡിയ 1 എക്സ്ക്ലൂസീവ്. എഞ്ചിനീയറിംഗ് 4 അലോട്ട്മെന്റിലാണ് TKM എഞ്ചിനീയറിംഗ് കോളേജിലെ ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിലേക്ക് മുന്നാക്ക സംവരണ വിഭാഗത്തിൽ നിന്ന് അലോട്ട്മെന്റ് നൽകിയത്. ന്യൂനപക്ഷ പദവിയുള്ള കോളേജുകളിൽ മുന്നാക്ക സംവരണം പാടില്ലെന്ന ഭരണഘടനാ വ്യവസ്ഥ ലംഘിച്ചായിരുന്നു നടപടി. EWS വിഭാഗത്തിൽ പ്രവേശനം നടത്താനാവില്ലെന്ന് TKM കോളേജ് അറിയിച്ചെങ്കിലും അലോട്ട്മെന്റ് മാറ്റാനാവില്ലെന്നായിരുന്നു പ്രവേശന കമ്മീഷണറുടെ നിലപാട്. ഫ്ലോട്ടിംഗ് രീതി ആയതിനാലാണ് TKM-ലേക്കും EWS-ന്റെ സീറ്റുകൾ വരുന്നതെന്നും അതിൽ തെറ്റില്ലെന്നുമാണ് പ്രവേശന പരീക്ഷാ കമ്മീഷണർ ആദ്യം വാദിച്ചത്. ഫ്ലോട്ടിംഗ് രീതി വിശദീകരിച്ചുകൊണ്ടും ആ സീറ്റ് മാറ്റാനാവില്ലെന്ന് കാണിച്ചുകൊണ്ടും TKM-ന് രേഖാമൂലം മറുപടി നൽകി അധികൃതർ. എന്നാൽ EWS-ൽ നിയമനം നൽകാൻ നിയമപരമായി തങ്ങൾ ബാധ്യസ്ഥരല്ലെന്ന നിലപാടിൽ TKM ഉറച്ചു നിന്നതോടെ അലോട്ട്മെന്റ് തിരുത്തി മെറിറ്റ് കോട്ടയുള്ള വിദ്യാർത്ഥിയെ അലോട്ട് ചെയ്യുകയായിരുന്നു. 2020-ലും സമാനമായ രീതിയിൽ TKM-ലും മറ്റൊരു ന്യൂനപക്ഷ കോളേജായ മാർ അത്തനേഷ്യസ് കോളേജിലും EWS സീറ്റ് അലോട്ട് ചെയ്തിരുന്നു. അന്നും വാർത്ത വന്ന് വിവാദമായതോടെയാണ് അലോട്ട്മെന്റ് മാറ്റിയത്. വിവാദങ്ങൾ വരുമ്പോൾ അലോട്ട്മെന്റ് റദ്ദാക്കുന്നതാണ് നിലവിലെ രീതി. ന്യൂനപക്ഷ പദവിയുള്ള കോളേജുകളിൽ EWS സീറ്റുകൾ വരാത്ത രീതിയിൽ അലോട്ട്മെന്റുകൾ നടത്താനുള്ള ജാഗ്രതയാണ് പ്രവേശന പരീക്ഷാ കമ്മീഷണർ കാണിക്കേണ്ടത്. ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1 കോഴിക്കോട്. മുഹമ്മദ് അസ്ലം ചേർന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങൾ നൽകാനായി. അസ്ലം, എങ്ങനെയാണ് ഇപ്പോൾ ഈ സീറ്റ് റദ്ദാക്കൽ നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തിയത്? എന്നുള്ളതാണ് EWS നടപ്പിലാക്കുമ്പോൾ തന്നെയുള്ള ഭരണഘടനാ വ്യവസ്ഥ. സംവരണ മാനദണ്ഡം അട്ടിമറിച്ച് ന്യൂനപക്ഷ എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് അലോട്ട് ചെയ്ത EWS സീറ്റാണ് ഇപ്പോൾ പ്രവേശന പരീക്ഷാ കമ്മീഷണർ റദ്ദാക്കിയത്. ന്യൂനപക്ഷ എഞ്ചിനീയറിംഗ് കോളേജായ TKM-ൽ EWS കോട്ടയിലേക്ക് സീറ്റ് അലോട്ട് ചെയ്ത നടപടിയാണ് തിരുത്തിയത്. വളരെയധികം വിവാദമായതിനു ശേഷമാണ് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കുന്നത്. റിസർവേഷൻ എന്ന വാദം ഉന്നയിച്ചായിരുന്നു EWS സീറ്റ് നിലനിർത്താൻ പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ ശ്രമമുണ്ടായത്. അസ്ലമുണ്ട്. അസ്ലം, എങ്ങനെയാണ് ഈ സീറ്റ് റദ്ദാക്കാൻ നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നത്? എന്താണ് വിവരം? ന്യൂനപക്ഷ പദവിയുള്ള കോളേജുകളിൽ EWS സീറ്റുകൾ, മുന്നാക്ക സംവരണ സീറ്റുകൾ പാടില്ല എന്നുള്ളതാണ് EWS നടപ്പാക്കുമ്പോൾ തന്നെയുള്ള ഭരണഘടനാ വ്യവസ്ഥ. ഇത് ലംഘിച്ചുകൊണ്ട് സംസ്ഥാനത്തെ രണ്ടാം തവണയും 2020-ൽ നടന്നിരുന്നു. 2025 ഈ വർഷത്തെ അലോട്ട്മെന്റിലും എഞ്ചിനീയറിംഗിന്റെ അലോട്ട്മെന്റ് 4 അലോട്ട്മെന്റിലും ഒരു കോഴ്സിലേക്ക് സീറ്റ് അലോട്ട് ചെയ്തു വന്നു. സ്വാഭാവികമായിട്ടും TKM എഞ്ചിനീയറിംഗ് കോളേജ് ഇക്കാര്യം ഞങ്ങൾ ന്യൂനപക്ഷ പദവിയുള്ള കോളേജാണ്, അതുകൊണ്ട് തന്നെ EWS പാടില്ല, അതുകൊണ്ട് തന്നെ ഈ തെറ്റ് തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എൻട്രൻസ് കമ്മീഷൻ സമീപിച്ചു. അതേസമയം എൻട്രൻസ് കമ്മീഷണറും അവരുടെ ഓഫീസും എടുത്ത നിലപാടെന്ന് പറയുന്നത് അത് ഫ്ലോട്ടിംഗ് റിസർവേഷനാണ്, അതുകൊണ്ട് തന്നെ ആ രീതിയിൽ EWS സീറ്റുകൾ വരും, അതിൽ പ്രശ്നമില്ല, അതുകൊണ്ട് തന്നെ നിയമനം നൽകണമെന്നൊരു വാദമാണ് ഉന്നയിച്ചത്. നമ്മളിപ്പോൾ കാണിക്കുന്ന ഒരു ഡോക്യുമെന്റ്, ആ ഡോക്യുമെന്റ് രേഖാമൂലം തന്നെ നൽകുകയും ചെയ്തു. അതായത് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ മെറിറ്റ് ലഭിക്കാൻ സാധ്യതയുള്ള വിദ്യാർത്ഥിക്ക്, അല്ലെങ്കിൽ TKM എഞ്ചിനീയറിംഗ് കോളേജിൽ മെറിറ്റ് ലഭിക്കാൻ സാധ്യതയുള്ള വിദ്യാർത്ഥിക്ക് ഒരുപക്ഷെ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ് EWS കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ മെറിറ്റിൽ കിട്ടാൻ സാധ്യതയുള്ള വിദ്യാർത്ഥിക്ക് EWS അവിടെ വരാൻ സാധ്യതയുണ്ട്. അതൊരു ഫ്ലോട്ടിംഗ് റിസർവേഷന്റെ ഭാഗമാണ്. കോളേജുകളിലെ കോഴ്സുകളിലെ സീറ്റുകൾ ഒരുമിച്ചെടുത്തുകൊണ്ട് അലോട്ട്മെന്റ് നടപ്പാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ EWS സീറ്റ് നൽകുന്നതിൽ പ്രശ്നമില്ല എന്ന രീതിയിൽ നിലപാടെടുത്താണ് അതിൽ ഉറച്ചു നിൽക്കാൻ അവർ ശ്രമിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് EWS സംവരണം ന്യൂനപക്ഷ കോളേജുകളിൽ നടപ്പിലാക്കണം എന്നുള്ള നിലപാടിലേക്ക് പ്രവേശന പരീക്ഷാ കമ്മീഷണർ എത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനൊരു സാങ്കേതികമായ വാദഗതി ചമക്കുകയാണ് ചെയ്തത്. അതേസമയം TKM എഞ്ചിനീയറിംഗ് കോളേജ്, പ്രത്യേകിച്ച് TKM എഞ്ചിനീയറിംഗ് കോളേജ് എടുത്ത നിലപാടെന്ന് പറയുന്നത് EWS സംവരണ വിഭാഗത്തിലേക്ക് സീറ്റുകൾ അനുവദിക്കാൻ ഞങ്ങൾക്ക് നിയമപരമായി യാതൊരു ബാധ്യതയുമില്ല, അതുകൊണ്ട് തന്നെ ഈ നിലപാട് തിരുത്തിയേ മതിയാവുന്ന കാര്യത്തിൽ ഉറച്ചു നിന്നോടുകൂടിയാണ് അവസാനം ഈ ഒരു EWS റിസർവേഷന്റെ സീറ്റ് മാറ്റി മെറിറ്റ് കോട്ടയുള്ള വിദ്യാർത്ഥിക്ക് അവിടെ അനുമതി അല്ലെങ്കിൽ അവിടെ അലോട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനമെടുത്തത്. ഇത് ആവർത്തിക്കുന്നതാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇക്കാര്യത്തിൽ അതുകൊണ്ട് തന്നെ കർശനമായ ഒരു
നിർദ്ദേശം അല്ലെങ്കിൽ കർശനമായ ഒരു നടപടികളിലേക്ക് പോകണം. കാരണം ഫ്ലോട്ടിംഗ് റിസർവേഷൻ ആണെങ്കിൽ പോലും EWS എന്ന് പറയുന്നത് TKM ഇല്ലാത്ത സാഹചര്യത്തിൽ അവിടേക്ക് ആ റിസർവേഷൻ ഇല്ലാത്ത രീതിയിലേക്ക് സോഫ്റ്റ്വെയർ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുക, സോഫ്റ്റ്വെയറിൽ മാറ്റം വരുത്തുക എന്ന നടപടി ചെയ്യാതെ എല്ലാ തവണയും ഇത്തരത്തിൽ വരികയും പിന്നീട് വിവാദമാകുമ്പോൾ തിരുത്തുകയും ചെയ്യുന്ന രീതിയിലേക്ക് പോകരുതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. EWS സംവരണം സംബന്ധിച്ച് നേരത്തെ തന്നെ പലതരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് മുന്നാക്ക സംവരണത്തിന്റെ EWS സീറ്റുകൾ ആ സംവരണം നടപ്പാക്കുന്നതിൽ അമിതമായ താൽപര്യം ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായത് നേരത്തെ തന്നെ വാർത്തയായിട്ടുണ്ട്. മെഡിക്കൽ സംവരണം ആദ്യം നടപ്പിലായപ്പോൾ നിരവധി സീറ്റുകൾ EWS അധികമായി നൽകിക്കൊണ്ടൊരു തീരുമാനത്തിലേക്ക് ഭരണഘടന അനുവദിച്ച 10% മുകളിലേക്ക് പോവുകയും അത് മീഡിയയുടെ വാർത്ത പുറത്തു കൊണ്ടുവന്നതിന് പിന്നാലെയാണ് അത് റദ്ദാക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ EWS സീറ്റ് നടപ്പാക്കുന്നതിൽ ആ സീറ്റ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ പോലും ന്യൂനപക്ഷ കോളേജുകളിൽ പോലും ഒരു സാമ്പിൾ എന്ന നിലയിൽ നടപ്പാക്കി നോക്കിയിട്ട് പിന്നീട് വീണ്ടും നടപ്പാക്കാനുള്ള ഒരു ശ്രമമാണോ എന്നൊരു സംശയം വരെ ശരിക്കും ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന വിദഗ്ധർ സംശയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴുണ്ടായ തീരുമാനം ഇതൊരു തിരുത്തൽ എന്ന് പറയുന്നത് തിരുത്തിയിട്ടുണ്ടെങ്കിൽ പോലും വീണ്ടും ആവർത്തിക്കാനുള്ള സാധ്യത അവിടെ കിടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് എൻട്രൻസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കമ്മീഷൻ ഓഫീസുമായി ബന്ധപ്പെട്ട സ്രോതസ്സുകളിൽ ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷ കോളേജുകൾ, പ്രത്യേകിച്ച് ന്യൂനപക്ഷ കോളേജുകൾ 2 കോളേജുകളാണ്, എഞ്ചിനീയറിംഗ് കോളേജാണ് സംസ്ഥാനത്തുള്ളത്. കോതമംഗലത്തെ മാർ അത്തനേഷ്യസ് കോളേജും കൊല്ലത്തെ TKM എഞ്ചിനീയറിംഗ് കോളേജ്. ഈ 2 കോളേജുകളിലും എഞ്ചിനീയറിംഗ് കോളേജ് ഇതാണെങ്കിൽ മറ്റ് മെഡിക്കൽ കോളേജുകളൊക്കെ മറ്റ് കോളേജുകളുണ്ട്. ആ കോളേജ് ന്യൂനപക്ഷ പദവിയുള്ള കോളേജ്, EWSന്റെ റിസർവേഷന്റെ വകുപ്പില്ലാത്ത കോളേജുകളിൽ EWS റിസർവേഷൻ വരാത്ത രീതിയിലേക്കുള്ള ഒരു ക്രമീകരണത്തിലേക്ക് പോകണം എന്ന ആവശ്യമാണ് ശക്തമായി ഉയരുന്നത്. എന്തായാലും ഇപ്പോൾ തെറ്റ് തിരുത്തിയിട്ടുണ്ട്. അതേസമയം ഈ തെറ്റ് ആവർത്തിക്കാനുള്ള ജാഗ്രതയും അതിനുള്ളൊരു സോഫ്റ്റ്വെയർ ആവശ്യമായ മാറ്റങ്ങൾ, നടപടിക്രമങ്ങളിൽ മാറ്റം വരുത്തുക എന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ജീന. ശരി, മുഹമ്മദ് അസ്ലമാണ് വിവരങ്ങൾ നൽകിയത്.